തകർച്ചയിൽ ഒറ്റപ്പാലം MLA രൂക്ഷമായി വിമർശിച്ച കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് NK ജയരാജൻ. ഒറ്റപ്പാലം ഇന്ദിരാഭവനിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു NK ജയരാജൻ. കലാകാരന്മാർ തന്നെ വന്നു കാണണം എന്ന ധ്വനിയോടെയുള്ള ഒറ്റപ്പാലം MLAയുടെ പ്രസ്താവന ഒരു ജനപ്രതിനിധിക്ക് ചേർന്നതല്ല. അദ്ദേഹം ഈ നാട്ടിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത MLA ആണെന്ന് മറന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. കുഞ്ചൻ സ്മാരകത്തിന്റെ തകർച്ചയിൽ ഒറ്റപ്പാലം MLAയ്ക്കും സ്മാരകത്തിന്റെ ചെയർമാനും ഒഴിഞ്ഞു മാറാനാവില്ല. ഇവരോട് കുഞ്ചൻ നമ്പ്യാരുടെ ആത്മാവ് ഒരിക്കലും പൊറുക്കില്ല. ഒറ്റപ്പാലം MLAയും കുഞ്ചൻ സ്മാരക ചെയർമാനും കുഞ്ചൻ നമ്പ്യാരുടെ ആത്മാവിനോട് മാപ്പ് ചോദിക്കണം. കുഞ്ചൻ കലാപീഠം ഈ സർക്കാർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തൽസ്ഥിതി തുടർന്നാൽ സമരവുമായി വീണ്ടും കോൺഗ്രസും പോഷക സംഘടനകളും രംഗത്ത് വരുമെന്നും NK ജയരാജൻ പറഞ്ഞു. ഒറ്റപ്പാലത്ത് ലക്കിടി വായനശാലയിൽ സ്ഥിതി ചെയ്യുന്ന കുഞ്ചൻ സ്മാരകം തകർച്ചയുടെ അങ്ങേ അറ്റം എത്തി നിൽക്കുകയാണ്. നമുക്കറിയാൻ കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് ആ സ്ഥാപനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, അവിടുത്തെ ജീവനക്കാർക്ക് വേണ്ടി, അവിടെ പഠിക്കാൻ വരുന്ന പഠിതാക്കൾക്ക് വേണ്ടിയുമൊക്കെ ഒരു തരത്തിലുമുള്ള ഇടപെടലുകളും നടത്താതെ ഫണ്ട് വകയിരുത്തി നടപടി എടുക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതല്ലാതെ ആ കുഞ്ചൻ സ്മാരകത്തിന് വേണ്ടി ഫണ്ട് ചെലവഴിക്കുവാനോ അതിൻ്റെ നിലവിലുള്ള ആ ഒരു സ്ഥിതിഗതികളിൽ നിന്നും രക്ഷപ്പെടുത്തുവാനും വേണ്ടി ഒറ്റപ്പാലം MLA യാതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ വാർത്തകൾ വരുമ്പോൾ അതിനു വേണ്ടി ഇടപെടുന്നുണ്ട് എന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലാതെ, ചെറിയ 4 വരിയിൽ ഒതുങ്ങുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലാതെ മറ്റൊരു നടപടിയും MLAയുടെ ഭാഗത്തുനിന്നും നാളിതുവരെ നമ്മൾ 9 വർഷക്കാലമായിട്ട് കണ്ടിട്ടില്ല. ഒറ്റപ്പാലം അതുപോലെ തന്നെ ഈ കുഞ്ചൻ സ്മാരകത്തിൻ്റെ ചെയർമാൻ ആയിട്ട് പുതിയ ഒരാൾ ചുമതലയേറ്റത് കുറച്ച് 3 വർഷത്തോളമായി. അദ്ദേഹവും ഇതിൻ്റെ നന്മയ്ക്ക് വേണ്ടി യാതൊരു തരത്തിലുള്ള പ്രവർത്തനവും നടത്തുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലം MLAയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണാനിടയാവും. കുഞ്ചൻ സ്മാരകത്തിൻ്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് ഒരു കലാകാരനും എന്നെ വിളിച്ചിട്ടില്ല, എന്നെ വന്ന് കണ്ടിട്ടില്ല, എൻ്റെ ഓഫീസിൽ വന്ന് ഞങ്ങളെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണാനിടയായി. വളരെ മോശപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ടാണ് അതിനെ സ്വീകരിക്കാൻ കഴിയുള്ളൂ. കലാകാരന്മാർ വലിയ പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണ്. അവരെല്ലാം MLAയുടെയും MLAയുടെ ഓഫീസിലും ഒക്കെ കയറി ഇറങ്ങിക്കൊണ്ടേയിരിക്കണം എന്ന് പറയുന്നത് ഒരു തെറ്റായ കീഴ്വഴക്കമാണ്. ഈ ഒറ്റപ്പാലം MLA ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട MLA ആണ് എന്നത് മറന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ മോശമാണ്. കുഞ്ചൻ സ്മാരകവുമായി ബന്ധപ്പെട്ട് ആ സ്മാരകത്തിൻ്റെ തകർച്ചയിലേക്ക് എത്തിക്കുവാൻ MLAയും അതുപോലെ തന്നെ MLAയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് അവരുടെ ഒരു ഏറ്റവും വലിയ ഒരു വിജയം എന്ന് പറയുന്നത്. ഈ കലാരംഗത്തെ, കലാമേഖലയെ തകർക്കാൻ ബോധപൂർവം ശ്രമിക്കുകയാണ് ഒറ്റപ്പാലം MLAയും അതുപോലെ തന്നെ ഭരണസമിതിയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലക്കിടിപ്പേരിൽ പഞ്ചായത്ത് അതിനുവേണ്ടി ഫണ്ട് വയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് അതിന് സംസ്ഥാന ഗവൺമെൻറ്റിന് അനുമതി വേണം. അനുമതി ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ഓർഡർ വേണം. സ്പെഷ്യൽ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമാണ് പഞ്ചായത്തിന് ഫണ്ട് വകയിരുത്താൻ കഴിയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി പോലും MLA ശ്രമം നടത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അടിയന്തരമായി MLA ആ കാര്യത്തിൽ ഇടപെട്ടാൽ മാത്രമാണ് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരാൻ അധികം താമസമില്ല. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ പ്രവർത്തനങ്ങൾ അവതാളത്തിലാവും. അപ്പോൾ അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ 4 വരിയെ കുറിക്കാതെ കാര്യക്ഷമമായ ഒരു ഇടപെടലുകൾ നടത്തുവാൻ MLA മുന്നോട്ട് വരണമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ചേട്ടാ ഒരു ചായ. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതെന്താ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട്. കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.